ദുബായ് അല്ല മക്കളെ, ഇത് മിനി ഊട്ടിയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ സ്വന്തം മിനി ഊട്ടി. കണ്ടോളി, കേരളത്തിലെ ഏറ്റവും വലിയ, അതായത് നീളം കൂടിയിട്ടുള്ള അക്വേറിയം, അണ്ടർ വാട്ടർ അക്വേറിയം ടണലാണിത്. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണിത്. ഇന്ന് നമ്മളുള്ളത് അണ്ടർ വാട്ടർ അക്വേറിയത്തിലാണ്. ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് കിടക്കുക. ടിക്കറ്റിൻ്റെ എത്ര എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ കയറി വരുന്ന ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ചെറിയ ചെറിയ അക്വേറിയങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരം മത്സ്യങ്ങൾ അതിനകത്തുണ്ട്. Close till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഇതൊരു ഫോട്ടോ പോയിന്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് നേരെ കയറി വരുന്നതിന് നല്ലൊരു കൂളിംഗ് ആണ് ഇവിടെ. അതായത് ഈ വെള്ളം ഇങ്ങനെ ചാടുന്നതുകൊണ്ടായിരിക്കും, മനുഷ്യനിർമ്മിതി ആണെങ്കിലും നല്ല കൂളിംഗ് ആണ്. അതുപോലെ ഇതിനകത്ത് നല്ല നല്ല വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. മിനി ഊട്ടി വരെ വന്നിട്ട് ഇത് കാണാതെ പോയാൽ ഭയങ്കര നഷ്ടം. ഇനി കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടെ വന്ന് ഇത് കണ്ടു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. അത്യാവശ്യം കാണാനും ഉണ്ട് കേട്ടോ. അവിടെ പലതരം മീനുകളാണ് ഇവിടെ, പലതരം പല ഡിസൈൻ. സുബ്ഹാനക്, എന്തോ ഒരു ഭംഗിയെ കാണാൻ. Turn us to thousands, and we'll grow in number, fueled by them to see the horizon. Turn us to thousands, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go.
ഇങ്ങനെ കാണുന്നത് ഒരു അക്വേറിയം കാണുന്നത് നല്ല രസമായിട്ടുണ്ട്. എല്ലാവരും വന്നൊന്ന് കാണാം. അടിപൊളിയാണ്. അങ്ങനെ അക്വേറിയം കണ്ടിറങ്ങി. അടിപൊളിയാട്ടോ, കാണേണ്ടത് തന്നെ അത്യാവശ്യം ഉണ്ട് കാണാൻ. ഇതുപോലത്തെ ടിക്കറ്റിൻ്റെ നിരക്കുകളൊന്നും ഞാൻ അതിൽ കൊടുക്കാത്തത്. നിങ്ങളൊരു ഫാമിലി വരികയാണെങ്കിൽ ആ ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചുള്ള ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു പിടിച്ച് പറിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി വരുമ്പോൾ എന്തായാലും 5-6 ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിലാണ് ഇവിടെ എല്ലാ ലെവലിലും എല്ലാ വിവിധ ആക്ടിവിറ്റീസിലും ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പം അതൊരു പിടിച്ച് പറയേണ്ട ഒരു ലെവൽക്കല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്കൊരു പറയാത്തത്. പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ അഥവാ അവർ പറയുന്ന ടിക്കറ്റ് തന്നെയാണെങ്കിലും ആ ടിക്കറ്റ് കൊടുത്താലും നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക നഷ്ടമായൊരു നഷ്ടബോധം എന്തായാലും നിങ്ങൾക്ക് വരില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഇവിടെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ അത്ര വൃത്തിയുള്ളതും അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ്